ഹായ് മക്കളെ, നമ്മുടെ ജെഇ ഫേസ് 1 റിസൾട്ട് വന്നു. അപ്പോൾ നിങ്ങൾക്ക് വിചാരിച്ചത്ര ചിലപ്പം സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ചിലപ്പം പെർസെൻറ്റേജിലൊക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ സങ്കടപ്പെടേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് സെക്കൻഡ് ചാൻസ് ഉണ്ട്. അതാണ് ജെഇ ഫേസ് 2 എക്സാം അല്ലേ. ജെഇ ഫേസ് 2 എക്സാം ഏപ്രിൽ 1 തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ആൾറെഡി ജെഇ ഫേസ് 1 വേണ്ടിയിട്ട് ഏറെക്കുറെ തിയറിയും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാകും. ഇനി നമ്മൾ പഠിക്കേണ്ട രീതി എങ്ങനെയാണ്? കറക്റ്റായിട്ട് കുറേ ക്വസ്റ്റ്യനിലൂടെ എന്ത് ചെയ്യണം? തിയറി പഠിക്കണം. അതാണ് നിങ്ങൾക്ക് ആക്ച്വലി എക്സാമിലൂടെ ലഭിക്കുന്നത്. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടത് ആ എക്സാം എഴുതിയിട്ടുള്ളൊരു പ്രാക്ടീസ് ഉണ്ടാക്കിയെടുക്കുക എന്നാണ്. അതാണ് ആക്ച്വലി LMRPയിലൂടെ സൈലം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്? പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു LMRP ഫേസ് 2 ഓരോരോ ടോപ്പിക്ക് നമ്മൾ ഓരോരോ മൊഡ്യൂളുകളായിട്ട് തിരിച്ച് ഏകദേശം 10 മൊഡ്യൂളാണ് നിങ്ങൾക്ക് ഉണ്ടാകുക. ആ ഓരോ മൊഡ്യൂളിന് ശേഷവും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾക്ക് എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതോടെ തന്നെ നിങ്ങൾ ഏകദേശം 10 എക്സാം നിങ്ങൾ എഴുതും. അതിലൂടെ തന്നെ ഈ ജെഇക്കൊക്കെ വരുന്ന പാറ്റേൺ ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നത്? അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ 10 എക്സാം എഴുതുമ്പോൾ നിങ്ങൾ ആൾറെഡി ഒരു ടോപ്പിക്ക് എൻ്റെയർ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാകും? റിവിഷൻ ചെയ്തിട്ടുണ്ടാകും. അതിനുശേഷം ഫുൾ ടോപ്പിക് എക്സാം ഫിസിക്സിലും അതേപോലെ കെമിസ്ട്രിയും അതേപോലെ മാത്സിലുള്ള ഒരു ഫുൾ ടോപ്പിക് എക്സാം 10 മോക്ക് എക്സാം എന്ത് ചെയ്യുന്നുണ്ട്? ഈ LMRPയിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യത്തിലൂടെ, ഇത്രയും എക്സാമിലൂടെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഈ പരിചയമില്ലാത്ത, അതായത് ജെഇ പാറ്റേൺ ബേസ്ഡ് ആയിട്ടുള്ള ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും? നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആ എക്സാം ഓരോന്നും എക്സാം എഴുതുമ്പോൾ ഓരോരോ എക്സാമിലൂടെയും നമുക്ക് കറക്റ്റ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു എക്സാമിലൂടെ എന്തൊക്കെ മിസ്റ്റേക്ക് വരുത്തി എന്നൊക്കെ നോക്കിയിട്ട് അത് അടുത്ത എക്സാമിൽ എന്ത് ചെയ്യുക? കറക്റ്റ് ചെയ്യുക. അങ്ങനെ കറക്റ്റ് ചെയ്ത് വന്നിട്ട് ലാസ്റ്റ് നമ്മൾ എക്സാമായി, അതായത് ജെഇ ഫേസ് 2 എക്സാമായി. അതിൽ നമുക്ക് നല്ല പോലെ നമ്മൾ വിചാരിച്ച പോലെ എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരവസരമേ കഴിഞ്ഞിട്ടുള്ളൂ. സെക്കൻഡ് ഫേസ് എക്സാം ഉണ്ട്. മാക്സിമം ഇനി തൊട്ട് എന്ത് ചെയ്യുക? എന്തായാലും നമ്മൾ എന്ത് ചെയ്തു? കുറേ എഫേർട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക, നല്ലപോലെ റിവിഷൻ ചെയ്യുക, കുറേ എക്സാംസ് എഴുതുക. അതൊക്കെയാണ് ആക്ച്വലി LMRPയിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ ആപ്പിലൂടെ നിങ്ങൾക്ക് ഇൻഫിനിറ്റ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും? പ്രാക്ടീസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത്രയും പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പം തന്നെ ഏകദേശം ഇപ്പം തന്നെ ഒരു 80-70% കുട്ടികൾക്ക് പോലും നമുക്കൊരു 97, 98 റേഞ്ചിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും? എത്തിയിട്ട് ഇന്ത്യയിലുള്ള ഏറ്റവും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയ NITയിലോട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അഡ്മിഷൻ എടുക്കാം. അപ്പോൾ നല്ലപോലെ പഠിക്കാം, ടൈം വേസ്റ്റ് ചെയ്യേണ്ട. അപ്പോൾ നമ്മുടെ ക്ലാസ് ഫെബ്രുവരി 15 തുടങ്ങുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ലേറ്റ് ആവുന്നതോടത്തോളം നമ്മുടെ കണ്ടന്റ് കുറയാണ് ചെയ്യുക. അപ്പോൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക? അഡ്മിഷൻ എടുക്കുക. ഓൾ ദി ബെസ്റ്റ്.